ലക്ഷദ്വീപിലേക്ക് പോകുന്നു. ലക്ഷദ്വീപിലെ വാഹന നിയന്ത്രണ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി. നിയന്ത്രണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൽപ്പേനി നിവാസി അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ ഹർജി നൽകിയത്. ബുധനാഴ്ച ദ്വീപിൽ വാഹനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ്. ഉത്തരവ് ലംഘിച്ചാൽ 500 രൂപ പിഴ ഈടാക്കുമെന്നും അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരുന്നു. ഒരു ദ്വീപിലും ബുധനാഴ്ചകളിൽ വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ കപ്പൽ കയറാൻ പോവുകയാണെങ്കിൽ, കപ്പൽ ഇറങ്ങി വരികയാണെങ്കിൽ, കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നുണ്ടെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ ഇതൊക്കെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ ലക്ഷദ്വീപ് MP എന്ന നിലയ്ക്ക് ഞാൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. ലക്ഷദ്വീപിന്റെ ജില്ലാ കലക്ടർക്ക് ഞാൻ ഇതിനെ അനുബന്ധിച്ച് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഇതിൽ വണ്ടികൾ ഈ ഉത്തരവ് ഇറക്കി ഈ ഉത്തരവത്തിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഫൻസ് ആയിട്ട് കണക്കാക്കി 500 rupees പെർ വെഹിക്കിൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് വിരുദ്ധമാണ്, അൺഡെമോക്രാറ്റിക് ആണ്, ഇല്ലീഗലാണ്, ആവശ്യമില്ലാത്തൊരു ഉത്തരവുമാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ഗോപിക അരവിന്ദൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് മുജീബ് റഹ്മാൻ. ആദ്യം ഗോപികയിലേക്ക്. ഗോപിക, ജനവിരുദ്ധമായൊരു തീരുമാനമാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് അതും ഒരു അവധി ദിവസമല്ലാത്തൊരു ദിവസം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ എത്താൻ കഴിയുക എന്നുള്ളതാണ് അവിടെ നിവാസികൾ ചോദിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. എപ്പോഴായിരിക്കും ഹൈക്കോടതി ഹർജിയിൽ വാദം കേൾക്കുക? എന്താണ് ഹർജിയിൽ ആവശ്യം? സേഫു, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു നിയമം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ബുധനാഴ്ച ദിവസങ്ങളിൽ വാഹനം ഒഴിവാക്കണം, വാഹനം നിരത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നതായിരുന്നു അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ്. ഈ ഉത്തരവിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൽപ്പേനി നിവാസിയായ അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഉത്തരവ് പറയുന്നത് ഒരു വിചിത്രമായ ഉത്തരവാണ്. കാരണം ഒരു അവധി ദിവസം, സേഫ് പറഞ്ഞതുപോലെ ഒരു അവധി ദിവസം പോലുമല്ല, ഒരു എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു ദിവസം ബുധനാഴ്ച ഇത്തരത്തിൽ വാഹന നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇതൊരു പൊതുജനങ്ങളുടെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്നത്. അതിനെ തടയുന്ന ഒരു ഉത്തരവാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഇതിനായ ഒരു വിശദീകരണം എന്തെന്നാൽ ദ്വീപ് നിവാസികളുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയാണെന്നും ഇത്തരത്തിലൊരു ഈ മലിന ശ്വാസം ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെയൊക്കെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് പുറത്തിറക്കിയതെന്നുമാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിവരം. അതുകൂടാതെ തന്നെ ഈ ഉത്തരവ് ലംഘിച്ചാൽ 500 രൂപ പിഴയും ഈടാക്കുമെന്നും അഡ്മിനിസ്ട്രേഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇത് ഈ ആഴ്ച തന്നെ, ഈ വരുന്ന ആഴ്ച തന്നെ ഹൈക്കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സേഫു. യെസ്, മുജീബ് റഹ്മാൻ, മീഡിയ വൺ ഡെസ്റ്റിനേഷൻസ് വിഭാഗത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ്. മുജീബ് റഹ്മാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മുജീബ് ഒരു മാസത്തിനിടെ ലക്ഷദ്വീപിൽ പോയി വന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിചിത്രമായ നിയമത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ എത്തിയത്? എന്തുകൊണ്ടാണ് ബുധനാഴ്ച തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഒരു ദിവസം വാഹനങ്ങൾ മുഴുവൻ ഓടാതിരിക്കട്ടെ എന്ന് പറയുന്നത്? അഥവാ നിവാസികൾക്കുണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളുടെ തോത് എത്ര വലുതായിരിക്കും? സൈഫു സൂചിപ്പിച്ചതുപോലെ വളരെ വിചിത്രമായ ഒരു ഉത്തരവാണിത്. നമുക്കറിയാം, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ കോട പട്ടേൽ അധികാരമേറ്റതിന് ശേഷം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന നിരവധി ഉത്തരവുകൾ ഈ തരത്തിലുണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ദ്രോഹകരമായ തരത്തിലുള്ള നിരവധി ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെ വേണം ഇപ്പോഴത്തെ ഈ ഉത്തരവിനെയും കാണാനുള്ളത്. അതായത് ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിലും മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല എന്നതാണ് ഈ ഉത്തരവ്. ഈ ഉത്തരവിനെതിരെ ലക്ഷദ്വീപിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദ് തന്നെ ഉടൻ ഈ ലക്ഷദ്വീപിലെ ജില്ലാ കളക്ടറായ നേരിൽ കണ്ടുകൊണ്ട് ഇക്കാര്യം അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ലക്ഷദ്വീപ് ജില്ലാ കളക്ടർ കവരത്തിയിൽ ഒരു യോഗം വിളിച്ചു. അത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ആ യോഗം നടന്നത്. ഓൾ പാർട്ടി മീറ്റിംഗ് ആയിരുന്നു. അവിടെയുള്ള കോൺഗ്രസ്, NCP തുടങ്ങിയിട്ടുള്ള സകല പാർട്ടികളുടെയും പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഏക സ്വരത്തിൽ തന്നെ ഇതിനെ പൂർണ്ണമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്ന നിലയിൽ വന്നിരിക്കുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ആരോഗ്യം വളരെ മോശമാണ്, അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈ മോട്ടോർ വാഹനങ്ങൾ ഇല്ലാതെ ആക്കാം എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. അതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണമായി പറയുന്നത് ലക്ഷദ്വീപിലെ ഈ പെട്രോൾ ലഭ്യതയുടെ പ്രശ്നം കുറച്ച് രൂക്ഷമാണ്. സമീപ
കാലങ്ങളിലായി അവിടെ ചില പെട്രോൾ കിട്ടാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വാഹനങ്ങൾ നിരത്തിലിറക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് എന്നതാണ് ഒരു വിശദീകരണം. മറ്റൊരു കാര്യം, ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നതും നിയന്ത്രിക്കാൻ ഇത് ആവശ്യമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കാരണങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ന്യായമാണ് എന്ന് ഒറ്റയടിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. അതേസമയം അതിനെ എതിർത്തുകൊണ്ട് അതിന് വിരുദ്ധമായി നിരവധി തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ബുധനാഴ്ച 25-ാം തീയതി മുതലാണ് ഈ വാഹന നിരോധനം നിലവിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം വരികയാണെങ്കിൽ അന്ന് പൂർണ്ണമായും വാഹനങ്ങൾ നിരത്തിലിറക്കിക്കൊണ്ട് തന്നെ